മക്കൾ ലഹരി മാഫിയയുടെ വലയിൽ കുടുങ്ങാതിരിക്കുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഈ വീഡിയോ കാണുക. മയക്കുമരുന്നിനടിമയായ മകൻ തന്നെ ലൈംഗികമായി ഉപദ്രവിക്കുവാൻ ശ്രമിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം സ്വദേശിയും 65 വയസ്സുകാരിയുമായ ഒരമ്മ വീട് വിട്ട് പ്രാണരക്ഷാർത്ഥം ഇപ്പോൾ കോട്ടയത്ത് ഒരു വീട്ടിൽ ഒളിച്ചു താമസിക്കുകയാണ്. ആ അമ്മ ഞങ്ങളോട് നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ITV ന്യൂസിന് മാരകമായ ലഹരിക്കെതിരെ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുവാൻ പ്രചോദനമേകിയത്. നമ്മുടെ മക്കൾ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെടാതിരിക്കുവാൻ, നമ്മുടെ യുവതലമുറ ലഹരിയുടെ നീർച്ചുഴിയിൽ ആണ്ടുപോകാതിരിക്കുവാൻ സർക്കാരോ പോലീസ് എക്സൈസ് സേനകൾ ജാഗരൂകരായതുകൊണ്ട് മാത്രം കാര്യമില്ല. എല്ലാ മാതാപിതാക്കളും എല്ലാ പൗരന്മാരും ഉത്തരവാദിത്വ ബോധത്തോടെ ഉണർന്നു പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ, ഒരു കളക്റ്റീവ് എഫേർട്ട് ഉണ്ടായെങ്കിൽ മാത്രമേ ലഹരിയുടെ വ്യാപനവും ഉപയോഗവും നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കൂ. ഇക്കാര്യത്തിൽ നാം ഉപേക്ഷ വിചാരിച്ചാൽ മയക്കുമരുന്നിനടിമയായ മക്കളെ പേടിച്ച് മാതാപിതാക്കൾക്ക് ഹെൽമറ്റ് വെച്ചുകൊണ്ട് കിടന്നുറങ്ങേണ്ട അവസ്ഥയുണ്ടാവും. ADGP ശ്രീ മനോജ് എബ്രഹാം IPSന്റെ സാരഥ്യത്തിൽ കേരള പോലീസ് മയക്കുമരുന്ന് മാഫിയകളെ അമർച്ച ചെയ്യുവാൻ ഓപ്പറേഷൻ ഡി-ഹണ്ട് എന്ന പേരിൽ 2024 ജനുവരിയിൽ ആരംഭിച്ച സ്പെഷ്യൽ ഇനിഷ്യേറ്റീവിലൂടെ ഇതുവരെ 10,000-ലധികം കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുവാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ലഹരി മാഫിയകൾ എത്രത്തോളം സംസ്ഥാനത്ത് സജീവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ലഹരി സംബന്ധമായ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് പോലീസിനെ അറിയിക്കുവാൻ 24 മണിക്കൂറും പ്രവർത്തനക്ഷമമായ ഒരു വാട്സാപ്പ് നമ്പർ കേരള പോലീസ് യോദ്ധാവ് എന്ന പേരിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഇതാണ് ആ നമ്പർ 9995966666. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9995966666. ലഹരിയുടെ ഉപയോഗമോ വിപണനമോ ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ തന്നെ ഈ നമ്പറിൽ വിളിക്കുക. നടപടി ഉണ്ടാവും ഉറപ്പ്. ലഹരി സംബന്ധമായ വിവരങ്ങൾ പോലീസിനെ അറിയിക്കുവാൻ ഇന്ന് ജനങ്ങൾക്ക് വളരെയേറെ പേടിയാണ്. കാരണം ആ വിവരങ്ങൾ ചോരുമോ, നാളെ അത് തങ്ങൾക്ക് തന്നെ വിനയാകുമോ എന്നതാണ് അവരുടെ ഭയം. ആ ഭയത്തിൻ്റെ ആവശ്യമില്ല. കേരള പോലീസ് നിങ്ങളോടൊപ്പമുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ദൂരീകരിക്കുവാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ശ്രീ VM ശ്രീകുമാർ സർ ആണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തമ്പാനൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി ലഹരിക്കടത്ത് സംഘങ്ങളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന്റെ വാക്കുകൾ എല്ലാ മാതാപിതാക്കളും ശ്രദ്ധയോടെ കേൾക്കണം. പരമാവധി ആളുകൾക്ക് അയച്ചു കൊടുക്കുകയും വേണം. സ്വാഗതം ചെയ്യാം ശ്രീകുമാർ സാറിനെ. നമ്മളിപ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഒരു വൈഡ് ആംഗിളിൽ നമ്മളിതിനെപ്പറ്റി ഈ ലഹരിയെപ്പറ്റി ചർച്ച ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തമിഴ്നാടിൻ്റെ ഒരു ജില്ലയോടെ മാത്രമേ വരത്തുള്ളൂ കേരളം, എൻ്റയർ സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും കേരളം ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളം വളരെ ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ വളരെ ചെറുതാണെന്നുള്ളതും ഒപ്പം തന്നെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെ കൂടുതലുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ തമിഴ്നാട്, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ കർണാടക, ആന്ധ്രാപ്രദേശ്, ഈ സംസ്ഥാനങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ജയന്തി ജനത ട്രെയിനിൽ നമ്മളൊന്ന് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെറൈലായിട്ടുള്ള ഒത്തിരി ഭൂമി നമുക്ക് കാണാൻ പറ്റും. വേക്കൻ്റ് ആയിട്ടുള്ള ലാൻഡ് ഒത്തിരി നമുക്ക് അയൽ സംസ്ഥാനങ്ങളിൽ കാണാൻ പറ്റും. ഇത് ഈ പറയുന്ന ഈ സ്റ്റെറൈൽ ലാൻഡ്, ഊഷര ഭൂമികൾ ഒത്തിരി ഉള്ള അയൽ സംസ്ഥാനങ്ങളിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ സിന്തറ്റിക് ഡ്രഗിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റുകളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് നമുക്കിപ്പോൾ ഉപഭോഗ സംസ്ഥാനമാണ്, എല്ലാ തരത്തിലും ഉപഭോഗ സംസ്ഥാനമാണ്, കൺസ്യൂമർ സ്റ്റേറ്റാണ് നമ്മുടെ കേരളം. ഇതിലും ഇത് നമ്മുടെ ഈ പറയുന്ന ലഹരിയുടെ കാര്യത്തിലും കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പിടിക്കുന്ന നമ്മൾ സാധാ കഞ്ചാവായാലും ശരി തന്നെ, അതുപോലെ തന്നെ MDMA പോലെയുള്ള സിന്തറ്റിക് ഡ്രഗുകളായാലും ശരി തന്നെ, ഇതെല്ലാം തന്നെ കൂടുതലായിട്ടും കൊണ്ടുവരപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങോട്ട് എത്തിക്കുന്നതും അതുപോലെ മാനുഫാക്ചർ ചെയ്യപ്പെടുന്നതും എല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഈ പറയുന്ന അയൽ സംസ്ഥാനങ്ങളിലാണ്. അപ്പോൾ അയൽ സംസ്ഥാനങ്ങളിൽ അതിനുള്ളൊരു സാധ്യതയാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഇത്രയും ഡെൻസിലി പോപ്പുലേറ്റഡ് അല്ല അവിടെ, അത്രയും വേക്കൻ്റ് ആയിട്ടുള്ള സ്റ്റെറൈലായിട്ടുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന പോലെ അല്ല തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ വളരെ വൈഡായിട്ടുള്ളൊരു ഏരിയയാണ് പോലീസ് സ്റ്റേഷൻ്റെ തന്നെ ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലോ എൻഫോഴ്സ്മെൻറ്റ് അവിടെ ഇവിടുത്തെ അത്ര പോസിബിൾ ആകില്ല, ജനങ്ങളുടെ ഇടയിലേക്ക് ചിലപ്പോൾ എത്തിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവിടെ ഈസി ആയിട്ട് അവൈലബിൾ ആണ് എന്നുള്ളതാണ് വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇതെന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പിടിക്കുന്ന ഓരോ ചെറിയ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഒരു മീഡിയം ക്വാണ്ടിറ്റി ഡ്രഗ്സിൻ്റെയും സോഴ്സ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച്. ഇപ്പോൾ ലഹരി നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യാൻ കേരള പോലീസ്, നമ്മുടെ ഇപ്പോൾ പ്രത്യേകിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസൊക്കെ വളരെയധികം നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് കൊണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ കുറേ
ലഹരി നമുക്ക് അടിച്ചമർത്താനും പിടിച്ചെടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലഹരി നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ സോഴ്സ് കണ്ടെത്തി നമുക്ക് പോകുമ്പോൾ ഇത് എത്തുന്നത് അയൽ സംസ്ഥാനങ്ങളിലേക്കാണ്. അയൽ സംസ്ഥാനങ്ങളിൽ പോയി പിടിച്ചു തുടങ്ങുമ്പോൾ അവിടെ കിട്ടുന്ന ആൾക്കാരിൽ പലരും വിദേശികളും കൂടെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കൊല്ലം ഇരവിപുരം സ്റ്റേഷനിൽ ഇപ്പോൾ പിടിച്ചൊരു നൈജീരിയക്കാരനെയാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു കേസിലേക്കും നമുക്ക് അതിൻ്റെ സോഴ്സും മറ്റു കാര്യങ്ങളും നമ്മളിപ്പോൾ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിൽ നമ്മൾ എത്തിയിരിക്കുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ ബാംഗ്ലൂർ നമ്മൾ എത്തിയിട്ട് അവിടെ നിന്ന് ഇതിൻ്റെ സോഴ്സിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ അത് വിദേശ രാജ്യങ്ങളിൽ വരെ എത്തിച്ചേരുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. ലഹരിയുടെ കാര്യത്തിലും ഇതൊരു കൺസ്യൂമർ സ്റ്റേറ്റായിട്ട് വരുന്നത്. ഇവിടെ കഞ്ചാവ് ചെടികൾ നട്ടു വളർത്തുകയോ അതിൻ്റെ ഒരു പിന്നെ കൃഷിയോ അല്ലെങ്കിൽ MDMA ഒരു മാനുഫാക്ചറിങ് യൂണിറ്റോ ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. പക്ഷേ എന്നാൽ ഇവിടെ നിർബാധം ഇത് യുവജനങ്ങളിടയിൽ നിന്ന് ഇത് കിട്ടുന്നുണ്ട്, അവൈലബിളാണ്. പിന്നെയും നമ്മൾ പിടിച്ചാലും തീരാത്ത രീതിയിൽ ഇത് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ലഹരിക്കെതിരെയുള്ള ഒരു മൂവ്മെൻറ്റ് വളരെ എനിക്ക് തോന്നുന്നു വളരെ ഫലവത്താണെന്ന് തോന്നുന്നു. അതായത് എല്ലാ റെസിഡൻസ് ഏരിയകൾക്കിടയിലും എല്ലാ പൊതുജനങ്ങളുടെ ചെറിയ പൗരസമിതികളുടെ ഇടയിലും അല്ലെങ്കിൽ മറ്റ് എല്ലാ സംഘടനകളുടെ ഇടയിലും എല്ലാം ലഹരിക്കെതിരെ ഒരു കൂട്ടായ്മ ലഹരി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനിടെ അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടൊരു കൂട്ടായ്മ രൂപീകരിക്കപ്പെടുന്ന ഒരു ലെവലിലേക്ക് കേരള സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നമ്മൾ കാണുന്നുണ്ട്. അത് ഒരു പരിധി വരെ ഇവിടെ നമുക്ക് ഗുണം ചെയ്യും. കാര്യം അങ്ങനെ ഇത് ഒഴിവാക്കാൻ പറ്റുമല്ല. പോലീസ് മാത്രം വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ എക്സൈസ് മാത്രം വിചാരിച്ചിട്ടോ നടക്കുന്നൊരു കാര്യമല്ല. പക്ഷേ ഇത് ലോ എൻഫോഴ്സ് ചെയ്യുന്നൊരു ഏജൻസി എന്നുള്ള നിലയിൽ ഇവരെ ശിക്ഷ വാങ്ങിക്കൊടുക്കാനും ഇവരെ ജയിലിൽ വിടാനും എല്ലാം പോലീസിന് മാത്രമേ കഴിയത്തുള്ളൂ. പക്ഷേ ഈ ഒരു കാര്യത്തെ കണ്ടെത്തുന്നതിനും അതിൻ്റെ സോഴ്സ് കണ്ടെത്തി പോകുന്നതിനും എല്ലാം ഓട്ടോമാറ്റിക്കലി നമുക്ക് വിവിധ ഏജൻസികളുടെയും ചിലപ്പോൾ പൊതുജനങ്ങളുടെ എല്ലാം സഹായം നമുക്ക് വേണ്ടി വരും. അതാണ് ശരിക്കും നിലവിൽ കേരളത്തിനകത്ത് കാണുന്ന ഇപ്പോൾ ഒരു പ്രസൻറ്റ് സ്റ്റാറ്റസ് യുവജനങ്ങളുടെ ഇടയിൽ. ഇപ്പോൾ ഈ ലഹരിയുമായി പിടിക്കപ്പെടുന്ന കേസുകളിൽ ഇപ്പം എന്തെങ്കിലും നമ്മൾ ഒബ്സർവ് ചെയ്തേക്കുന്ന കാര്യം ഇതാണ് സർ. സാധാരണ ഈ ക്യാരിയറുമാരായിട്ട് യഥാർത്ഥത്തിൽ അത് ട്രാപ്പ് ചെയ്യപ്പെടുന്നവരാണോ അതോ ഇതൊരു പ്രൊഫഷനായിട്ട് എടുത്തേക്കുന്നവരാണോ അതോ ഇതിൻ്റെ കൺസ്യൂം ചെയ്യുന്നവർ തന്നെ ക്യാരിയേഴ്സായിട്ട് വരികയാണോ? എങ്ങനെയാണ് നമ്മുടെ പിടിക്കപ്പെടുമ്പോൾ നമുക്ക് എന്താണ് ഒരു ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റാവുന്ന ഈ ഇത്തരം കേസ്? നമുക്ക് ഏറ്റവും കൂടുതൽ അത് മനസ്സിലായത് ഈ ഒരു +2 കഴിഞ്ഞിട്ട് ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് അവർക്കൊരു നല്ലൊരു ഏണിംഗ് മെമ്പറായി ഒരു കുടുംബത്തിനകത്ത് മാറാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന ചെറുപ്പക്കാർ, അതിൽ തന്നെ സ്പോയിൽഡ് ആയിട്ടുള്ള ഫാമിലികൾ, അവർക്ക് പെട്ടെന്നൊരു ജോലി വേണം, നല്ല സമ്പാദ്യം വേണം, ശമ്പളം വേണം. പക്ഷേ അവർക്ക് അതിനനുസരിച്ചുള്ളൊരു വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മീഡിയം ലെവൽ വരെ അവരെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ വിദ്യാഭ്യാസം നേടാൻ സാധിച്ചിട്ടുണ്ടാവും. പക്ഷേ വലിയൊരു പ്രൊഫഷണൽ കോഴ്സൊന്നും അവർ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇവർക്ക് എന്താണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ പിടിച്ചിരിക്കുന്ന തരത്തിലുള്ള പാൻസ്, ജീൻസ്, ഷർട്ട്, വാച്ചസ് ഇതെല്ലാം ഉപയോഗിക്കുന്നതിന് അവർക്ക് എന്താ പണം കൂടുതലായിട്ട് വേണം. അപ്പോൾ ഇപ്പോൾ ഈ ചോദ്യത്തിന് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നൊരു ഉത്തരം കൺസ്യൂമേഴ്സ്, അതായത് ഉപഭോഗം ചെയ്യുന്ന, അതായത് ഉപയോഗിക്കുന്നവരെക്കാൾ കൂടുതൽ ഇത് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വിപണനം ചെയ്ത് അതിലൂടെ പണം കണ്ടെത്തുന്നവരുടെ എണ്ണമാണ് ഇപ്പോൾ കേരളത്തിൽ കൂടി വരുന്നത്. അപ്പോൾ പിടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ബാംഗ്ലൂരും മറ്റുമൊക്കെ പല കോഴ്സുകൾക്ക് പഠിക്കാനായിട്ട് പോകുന്ന ആൾക്കാർ, അവർ ആദ്യകാലങ്ങളിൽ PG പെയിങ് ഗസ്റ്റായിട്ട് താമസിക്കാനായിട്ടുള്ള റൂം വാടകയ്ക്ക് എടുക്കാനുള്ള പണം കണ്ടെത്തുന്നത് പോലും ഈ പറഞ്ഞ ചെറിയ കച്ചവടങ്ങൾ അല്ലെങ്കിൽ ഈ MDMA പോലെയുള്ളതിൻ്റെ കച്ചവട സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ഒന്ന് കൈമാറ്റം ചെയ്താൽ മതിയാകും. അതായത് അവിടെ നിന്ന് കിട്ടുന്ന സാധനം കൊണ്ട് മറ്റുള്ള ഏൽപ്പിച്ചാൽ തന്നെ ചിലപ്പോൾ ഒരു വലിയൊരു എമൗണ്ട് ആയിരിക്കും കമ്മീഷനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം വലിയ അധ്വാനമില്ലാതെ കിട്ടുന്ന പണമാണ്. 1, 2, 3, 4, 5 പേരിൽ വഴിയായിരിക്കും കറങ്ങി ഈ പണം എത്തിയിരിക്കുന്നത്. അത് ഏറെക്കുറെ നമ്മുടെ അന്വേഷണത്തെ വഴിതെറ്റിക്കാനും ഇവർ ഡയറക്റ്റ് ലിങ്ക് കേസിലേക്ക് വരാതിരിക്കാനും വേണ്ടിയിട്ട് അവർ ബുദ്ധിപൂർവ്വം ചെയ്യുന്ന കളികളാണ്. പിന്നെ ഈ നോർമൽ കോൾ വിളിക്കാതെ കൂടുതലും വാട്സപ്പ് കോളുകൾ വിളിക്കുക. അപ്പോൾ ഇതൊക്കെ പഠനം കഴിഞ്ഞ് വിദ്യാഭ്യാസമുള്ള കുട്ടികളുടെ ഇടയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ട്രേസ് നമുക്ക് കിട്ടുന്നതെന്നുള്ളതാണ്. അപ്പം ഇത് പിടിക്കപ്പെടുന്നതിൽ നല്ലൊരു ശതമാനം വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ്. അപ്പോൾ അവർ ജോലി വരുമാനത്തിന് വേണ്ടിയിട്ട് ഇടനിലക്കാരായി വരുന്ന ഒത്തിരി കേസുകൾ ഇപ്പോൾ നമ്മൾ കാണപ്പെടുന്നു. ഈ മാധ്യമ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആൺകുട്ടികൾ മാത്രമല്ല ഈ പെൺകുട്ടികളും ധാരാളം ഈ ക്യാരിയർമാരായിട്ടും ഡീലർമാരായിട്ടും ഒക്കെ വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നു. അവരെയൊക്കെ പിടിക്കുന്നതായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നു. അന്നേരം അതിൽ എത്രത്തോളം ഒരു ഹൈപ്പ് വന്നിട്ടുണ്ട്? വളരെ വലിയ രീതിയിൽ അത് വന്നിട്ടുണ്ട്. അതായത് ഉദാഹരണത്തിന് പെൺകുട്ടികളെ ഒരു മറയായിട്ട് ഇതിനകത്ത് ഉപയോഗിക്കും. പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അത് ചിലപ്പോൾ ലവേഴ്സ് ആണെന്ന് തോന്നും, അല്ലെങ്കിൽ ചിലപ്പോൾ ലിവിങ് റിലേഷൻഷിപ്പിലുള്ളവരാണെന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് പെൺകുട്ടി ഉള്ളതുകൊണ്ട് ഇവരുടെ അറസ്റ്റും മറ്റു കാര്യങ്ങളിലൊക്കെ ഇവർ ഇതൊരു മറയായിട്ട് ഉപയോഗിക്കും. പെട്ടെന്ന് പോലീസ് പെട്ടെന്ന് കയറി ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യില്ല. ഇതൊക്കെ ഇവരുടെ ഒരു മറയാണ്.
പക്ഷേ ഇതിൻ്റെ മറവിൽ ഈ പറയുന്ന അന്യസംസ്ഥാനത്ത് നിന്ന് പെൺകുട്ടികൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊഫഷണൽ കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ജീവിത നിലവാരത്തിൽ നിന്നുള്ള കുട്ടികൾ വരെ, അതായത് വീട്ടിൽ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള കുട്ടികൾ വരെ, പെൺകുട്ടികൾ വരെ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങി ഇത്തരത്തിൽ ഒരു ഇടനിലക്കാരായിരിക്കും. ചിലപ്പോൾ ഈ പെൺകുട്ടികളെന്ന് പറയുന്നവർ ഇത് യൂസ് ചെയ്യണമെന്നില്ല, ഇത് വെറും ഒരു മീഡിയേറ്റർ ആയിരിക്കും. ഇനി ഇത് പെൺകുട്ടികൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് 100% പറയാൻ പറ്റും ഇവരെ സെക്ഷുവലിയും ചിലപ്പോൾ അബ്യൂസ് ചെയ്തെന്ന് വരാം. അപ്പം യൂസ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ ഒരു എന്താ പറയുക ഒരു ലൈംഗിക അരാജകത്വത്തിലേക്കും കൂടി അത് മാറും. പക്ഷേ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് മാത്രം നിന്ന് ഇതിൻ്റെ കമ്മീഷൻ പറ്റുന്നവരും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു കേസ് പിടിച്ചിട്ട് അതിൻ്റെ സോഴ്സ് എടുത്ത് പോകുമ്പോഴാണ് നമുക്കിതൊക്കെ അറിയാൻ പറ്റുന്നത്. പെൺകുട്ടികൾ ഉൾപ്പെടെ പലപ്പോഴും പല നല്ല കുടുംബത്തിലുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ ഇതിനകത്ത് വന്ന് വീഴുന്നുണ്ട്. ഇപ്പം ഈ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസ് ഇപ്പോൾ സാറിൻ്റെ ശ്രദ്ധയിൽ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നോക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഈ ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന തരം സാധാരണ ഈ ക്രൈംസ് എന്ത് തരം ക്രൈംസാണ് ഇപ്പം കൂടുതലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്? ശരിക്കും ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്രൈംസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് സഡൻ പ്രൊവോക്കേഷനിലുള്ള മിക്കവാറും വെട്ട്, കുത്ത്, കൊലപാതകം. അതായത് നമ്മൾ ആലോചിച്ച് നോക്കുന്നത് മുൻവൈരാഗ്യങ്ങൾ കുറവായിരിക്കും. അതായത് വളരെ ഒരു പിന്നെ ഒരു എന്താ പറയുക ഒരു പ്രിപ്പറേഷനോ അല്ലെങ്കിൽ വളരെ നേരത്തെ തന്നെ ഇവരുടെ ഒരു തയ്യാറെടുപ്പുകളോ മുൻകരുതലുകളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഈ അടുത്ത് നടന്ന വെഞ്ഞാറമൂട്ടിൽ നടന്നതൊക്കെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റും. അതായത് നമുക്ക് ഈ പറയുന്ന അടുത്തടുത്തൊരു സീരീസ് ഓഫ് മർഡറുകൾ ചെയ്യുക, അതിനകത്ത് അവരൊരു തയ്യാറെടുപ്പുകളൊന്നും നടത്താത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിലുള്ള ലഹരി ഇവരെ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് പലതിനും പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ സഡൻ പ്രൊവോക്കേഷനിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ആൾക്കൂട്ടം ചേർന്നിട്ട് ഉപദ്രവിക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ ഈ ലഹരി യൂസ് ചെയ്ത ആൾക്കാർ വരുന്നത്, പിന്നെ ഒഴിഞ്ഞ മേഖലകളിൽ ഒറ്റപ്പെട്ടിരുന്ന് ഇവർ ഈ ഡ്രഗ് യൂസ് ചെയ്യുമ്പോൾ അതുവഴി പോകുന്ന ആൾക്കാർ നേരിടുന്ന ഭീഷണികൾ, പിന്നെ അതുപോലെ തന്നെ ഈ ഇപ്പം എനിക്ക് തോന്നുന്നു വളരെ വിചിത്രമെന്ന് തോന്നും. അതായത് ഒരു എബോവ് 15 years ഓഫ് ഏജ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ വളരെ പ്രിവെൻറ്റീവായിട്ടാണ് ഇന്നത്തെ ഒരു സമൂഹത്തിൽ പലപ്പോഴും ജീവിക്കുന്നത്. കാരണം ചെറുപ്പക്കാരുടെ പോയി ചിലപ്പോൾ ഒന്ന് സംസാരിക്കാനോ അവരോടൊന്ന് ഷൗട്ട് ചെയ്യാനോ പറ്റത്തില്ല. കാരണം ഇവരെങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു പരിധിവരെ ഈ ലഹരി വന്നതിന് ശേഷമുള്ള, ലഹരിയുടെ അതിപ്രസരം വന്നതിന് ശേഷമുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ 2 വണ്ടികൾ തമ്മിലൊന്ന് തട്ടി, അവിടെ ഒരു ട്രാഫിക് സിവിലൈസേഷൻ മെയിൻറ്റെയിൻ ചെയ്യാതെ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് പ്രൊവോക്ഡ് ആയിട്ട് അടി കൊടുക്കുന്നു, പെട്ടെന്ന് കത്തിയെടുത്ത് കുത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ലഹരി വന്നതിന് ശേഷം, ലഹരിയുടെ ഒരു ഇൻഫ്ലുവൻസ് വന്നതിന് ശേഷമുള്ള ക്രൈംസിൻ്റെ ഒരു രീതി അതാണ്. വളരെ അഗ്രസീവായിട്ട് പെരുമാറുന്നു. അതിലൂടെ ഒരാളുടെ മരണം വരെ സംഭവിക്കുന്നു. ഉദാഹരണത്തിന് നമുക്കറിയാം വന്ദനയുടെ മറ്റേ ഡോക്ടർ മെഡിക്കൽ എടുക്കാൻ കൊണ്ട്, അതൊക്കെ വളരെ നമുക്ക് സിമ്പിളായിട്ട് നോക്കിയാൽ നമുക്കറിയാം. അപ്പം ഇയാളുടെ ലഹരി വിട്ട് കഴിയുമ്പോൾ ഒരുപക്ഷെ ഇയാൾ കൺഫസ് ചെയ്തേക്കാം, അല്ലെങ്കിൽ ഇയാൾ അപ്പോളജൈസ് ചെയ്തേക്കാം. പക്ഷേ ഈ സമയത്ത് അയാളിൽ നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ വളരെ ഡ്രാസ്റ്റിക് ആയിരിക്കും. ഇപ്പം നെയ്യാറ്റിൻകരയിൽ ഇപ്പോൾ ഉണ്ടായ പോലത്തെ ഈ വളരെ സെൻസേഷണലായിട്ടുള്ള ക്രൈമുകൾ വരുമ്പോൾ മാത്രമേ മാധ്യമ ശ്രദ്ധ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു പബ്ലിക്കിൻ്റെ മുന്നിൽ വരത്തുള്ളൂ. പക്ഷേ നല്ല ശതമാനം ഈ ഡ്രഗ് യൂസ് ചെയ്ത് കുടുംബ പ്രശ്നങ്ങൾ, അതായത് വീട്ടിൽ ഇഷ്യൂ ഉണ്ടാക്കുക, മാതാപിതാക്കളെ ആക്രമിക്കുക, അല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുക, ഇത്തരം പല കേസുകളും പലപ്പോഴും സ്റ്റേഷനുകളിൽ എത്തിക്കഴിയുമ്പോൾ അതൊരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറൻസിലോ ഒരു കുടുംബമല്ലേ, ആ തരത്തിലെല്ലാം ഇത് അന്നേരം ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ഇഷ്യൂസ് സോൾവ് ചെയ്ത് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് തന്നെ പോകുന്നില്ലേ? ഇപ്പോൾ വളരെ ശരിയായ ഒരു കാര്യമാണ്. ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷനിൽ ഒരു കുടുംബം ശിഥിലമാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും അതിനെ സെറ്റിൽ ചെയ്തൊക്കെ വിടാറുണ്ട്. പക്ഷേ ഈ പറയുന്ന നമുക്ക് തന്നെ അറിയാം, ഒരു ചെറുപ്പക്കാരൻ ഒരു വീട്ടിൽ ഒരു 18 വയസ്സായൊരു ആൺകുട്ടി എന്ന് പറയുമ്പോൾ അവനാണ് ആ വീടിൻ്റെ നെടുന്തൂണായി ഭാവിയിൽ ആ വീടിൻ്റെ താങ്ങും തണലും ആകേണ്ടത്. ആ പയ്യൻ വീട്ടിൽ വളരെയധികം അട്രോസിറ്റി കാണിക്കുന്നു, TV അടിച്ചു പൊട്ടിക്കുന്നു, പാത്രങ്ങളെല്ലാം അടിച്ചു പൊട്ടിക്കുന്നു, അല്ലെങ്കിൽ വളരെ ബ്രൂട്ടലായിട്ട് വീട്ടുകാരെ ആക്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സത്യത്തിൽ അവരെ നമുക്ക് അപ്പോൾ പറയാൻ പറ്റുന്നത് ഈ കുട്ടിയെ എന്ത് ചെയ്യാം, നമുക്കൊരു പിന്നെ ഈ പറയുന്ന ലഹരി വിമുക്തി കേന്ദ്രത്തിലേക്ക്, ഒരു ഡി അഡിക്ഷൻ സെൻ്ററിലേക്ക് ഇവനെ മാറ്റാൻ നമ്മൾ ശ്രമിക്കും. പക്ഷേ നമുക്കറിയാം ഈ അച്ഛനോ അമ്മയ്ക്കോ ചില സാഹചര്യങ്ങളിൽ കൂട്ടിരിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ അവരുടെ വീട്ടിൽ സാഹചര്യങ്ങൾ മോശമായിരിക്കും. അപ്പോൾ ഇവനെ മാത്രം കൊണ്ടിടുക എന്ന് പറയുന്നത് ചിലപ്പോൾ പ്രാക്ടിക്കൽ ആവില്ല. ചില വീടുകളിൽ അമ്മമാരോ അച്ഛന്മാരോ ഒക്കെ കൂട്ടിരുന്ന്, അച്ഛനൊക്കെ കൂട്ടിരുന്ന് അവനൊരു ഡി അഡിക്ഷൻ സെൻ്ററിൽ നിന്ന് കവർ ചെയ്യുന്നു. പക്ഷേ മിക്കവാറും കേസിൽ നമുക്ക് കാണുന്നതിൽ അതിനുള്ളൊരു സാഹചര്യം പോലും കാണത്തില്ല. അത്രയും എന്താ പറയുക, വളരെയും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നൊരു ഫാമിലി, അല്ലെങ്കിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ നല്ല സാമ്പത്തികമുള്ളൊരു കുടുംബത്തിലാണെങ്കിൽ തന്നെ തീരെ അവനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അച്ഛനോ അമ്മയൊക്കെ വളരെ ശത്രുക്കളെ പോലെ കാണുക, അവരെ തല്ലുക, സഹോദരിയെ തല്ലുക. ഇതിനകത്തൊക്കെ അമ്മയൊക്കെ തല്ലിയിട്ട് ഈ അടുത്ത് പിന്നെ ഇവിടെ ഒരു കേസ്, അവനെ അമ്മയെ തല്ലിയിട്ട് ഈ പണം എടുത്തിട്ട് പോവുകയാണ്. അവനെ നമ്മൾ കേസെടുത്തു.
കേസെടുത്തിട്ട് അവനെ റിമാൻഡ് ചെയ്തു. അവൻ പുറത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് നമ്മൾ ഇവനെ എന്ത് ചെയ്തു, ഒരു നല്ലൊരു ഡി അഡിക്ഷൻ സെൻറ്ററിലാക്കാം. അങ്ങനെ ഡി അഡിക്ഷൻ സെൻറ്ററിലാക്കി അവൻ അവിടുന്ന് ചാടിപ്പോവുകയാണ്. അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ അവൻ തുടങ്ങിയത് തന്നെ ഡ്രഗ്സിലാണ്. പെട്ടുപോയി എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ കൺസ്യൂമേഴ്സ് ആയിട്ട് വന്നാണ്. ഈ പറഞ്ഞ ഫാമിലിക്ക് അകത്ത് ചില ആൾക്കാർ, ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നവർ കൂടുതലും കൺസ്യൂം ചെയ്യും. കൺസ്യൂം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തെന്ന് പോലും അറിയാത്ത മാതാപിതാക്കൾക്ക് ഇവനെ നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ അവരെ പറഞ്ഞ് പഠിപ്പിച്ച് ഇതിൻ്റെ യഥാർത്ഥ വശങ്ങളൊക്കെ മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഈ വീട് വളരെ വളരെ എന്താ പറയുക മോശമായിട്ടൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഹ്യൂമാനിറ്റേറിയൻ ഒരു അപ്രോച്ചിൽ ഇവരെ എന്ത് ചെയ്യും, മാക്സിമം ഒന്ന് പറഞ്ഞ് ഇത് ക്ലിയറാക്കി പിന്നെ ഇവനെ എങ്ങനെ അത് ചില കേസുകളിൽ അത് വർക്കൗട്ട് ആവാറുണ്ട്. ചില കേസുകളിൽ നമ്മളെന്ത് ചെയ്യും അനുകമ്പയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടുകാരെയും ഇവനെയും കൂടി ഇരുത്തി സംസാരിച്ച് ഇവനാണല്ലോ ഫ്യൂച്ചറിൽ ആ വീടിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അത് പറഞ്ഞ് മനസ്സിലാക്കി ചില കേസുകളിൽ അത് വർക്കൗട്ട് ആവാറുണ്ട്. ഇപ്പം ഞങ്ങൾ ഇത്തരത്തിലൊരു ക്യാമ്പയിൻ തുടങ്ങുവാൻ കാരണം തിരുവനന്തപുരം സ്വദേശി ഒരു അമ്മ കോട്ടയത്ത് നിന്ന് കഴിഞ്ഞ ദിവസം വിളിക്കുകയുണ്ടായി. അന്നേരം അവർ പറഞ്ഞത് അവർ മകനെ പേടിച്ച് കോട്ടയത്ത് പോയി ഒളിച്ച് താമസിക്കുക. കാരണം ഇവരുടെ രണ്ടാമത്തെ മകനിൽ നിന്നും അമ്മ ഒരു 65 വയസ്സോളമുള്ള അമ്മയാണ്, ഒരു സെക്ഷൽ അബ്യൂസ് ഇവനുള്ളപ്പം വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല, അത്തരത്തിൽ പല അറ്റംപ്റ്റും നടന്നു എന്ന് പറഞ്ഞാൽ അവർ ഈ പറഞ്ഞ പോലെ ഒരു ബ്രേക്കപ്പ് ആയ ഒരു ഫാമിലി ആയിരുന്നു. അപ്പൻ ഇതുപോലെ ഡ്രഗും എല്ലാം ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ ഇവർ താമസിക്കായിരുന്നു. അങ്ങനെ അവർ രക്ഷപ്പെട്ടു പോയി താമസിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ അവൻ കോവളം സ്റ്റേഷൻ്റെ പരിധിയിലാണ്, ഇത്തരത്തിൽ ഇവനിൽ നിന്നും ഒളിച്ച് താമസിക്കുകയാണ്, എൻ്റെ വിവരമൊന്നും അറിയരുത്, പക്ഷേ എന്തെങ്കിലും സാർ പോലീസിൽ ഇതൊന്ന് ഇൻഫോം ചെയ്ത് ഇവനെ പിടിക്കണം, ഇവൻ ക്യാരിയറായി, ഇവൻ ഇത് കച്ചവടം, അവർ ക്യാരിയറാന്ന് പറയാൻ അറിയത്തില്ല, ഇവനിൻ്റെ കച്ചവടമുണ്ട്, ഇവൻ ഉപയോഗിക്കുന്നുമുണ്ട്. അങ്ങനെ നമ്മൾ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഇൻഫർമേഷൻ കൊടുത്തു. അന്നേരം ഇതിൽ നിന്നാണ് നമുക്ക് എത്രത്തോളം സിവിയർ ആണ് ഇഷ്യൂ, പല പേരൻസും ഇത് പുറത്തു പറയാൻ നാണക്കേട് കൊണ്ടും ഒക്കെ ഭയന്ന് കഴിയുന്ന ധാരാളം ആളുകളുണ്ട്. അന്നേരം നമുക്ക് ഇത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? പല പേരൻസിനെ സംബന്ധിച്ചുള്ള ഇതിന് സ്മെല്ലോ മറ്റു തരത്തിലുള്ള ഈ ലിക്കർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉള്ള തരത്തിലുള്ള സ്മെല്ലോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പല പേരൻസിനും ഇത് അറിയത്തില്ല. പലരും പറയുന്നത് അവന് ഭയങ്കര ദേഷ്യമാണ്, ഇങ്ങനെയൊക്കെയുള്ള ചില ഏതാണ്ടൊരു ഊഹമൊക്കെ വെച്ചേ ഉള്ളൂ. അന്നേരം ഇതിനെ ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഇത് തിരിച്ചറിയുന്നത് ശരിക്കും ഈ മാതാപിതാക്കളുടെ അവരുടെ ഒരു വിദ്യാഭ്യാസവും തിരിച്ചറിവും അവർക്കുള്ള ഒരു ലോക വിവരത്തിനെയും ബേസ് ചെയ്തിരിക്കും ഇത് കണ്ടെത്തുന്നതിനുള്ള എളുപ്പവഴി. മീൻസ് അവർ വളരെ എത്രത്തോളം ലോകവിവരവും എത്രത്തോളം പ്രാക്ടിക്കൽ നോളജും അല്ലെങ്കിൽ എത്രത്തോളം വായിച്ചറിവൊക്കെ ഒരു മാതാവിനും പിതാവിനും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വളരെ ഫാസ്റ്റായിട്ട് ഇത് കണ്ടെത്താൻ സാധിക്കും. പക്ഷേ അത് കുറച്ച് കുറഞ്ഞ സ്ഥലത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഡ്രഗ്സിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നത്. ഇത് മുതലെടുക്കുന്നതാണ്. സത്യത്തിൽ ഈ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുന്ന കുട്ടികൾ ഈ പെട്ടെന്ന് ഒരു ജോലി ഡ്രോപ്പ് ചെയ്തിട്ട് വീട്ടിൽ നിൽക്കുന്നു, ചുമ്മാ ഒരു ഐഡിയലായിട്ട് അവൻ നിൽക്കുന്നു, ചോദിക്കുമ്പോൾ ജോലിക്ക് പോകുന്നില്ല, ഐഡിയലായിട്ട് നിൽക്കുന്നു, എന്നാൽ അവൻ്റെ കാര്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള അവൻ്റെ വരുമാനവും ഉണ്ട്, വീട്ടിൽ നിന്നൊന്നും ചോദിക്കുന്നുമില്ല. അപ്പോൾ ഇത് വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവൻ്റെ ഈ സോഴ്സ് ഓഫ് ഇൻകം കണ്ടെത്താൻ വീട്ടുകാർ ശ്രമിച്ചാൽ തന്നെ ഏറെക്കുറെ ഇതിലേക്ക് എത്താൻ പറ്റും. പിന്നെ ഉള്ളത് ഇവൻ്റെ ഫിസിക്കലായിട്ടുള്ള അവനിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അത് പ്രധാനമായിട്ട് നമുക്കറിയാൻ പറ്റുന്നത് ഉറക്കക്കുറവ്. ഇവരുടെയൊക്കെ മുറികളിൽ 24 hours ലൈറ്റ് ഉണ്ടാവും, രാത്രിയൊക്കെ ലൈറ്റ് ഉണ്ടാവും. പിന്നെ കണ്ടിന്യൂസ് ലാപ്പോ മൊബൈലൊക്കെ യൂസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ ഇവർ ഈ ഉറക്കമുളച്ചിരിക്കുന്നതിനെല്ലാം പ്രധാന കാരണം ഇതൊക്കെ യൂസ് ചെയ്യുന്നതാണ് പ്രധാനമായിട്ടും. ഇനി ഉറക്കമുളച്ചിരിക്കുന്നതിന് മാത്രമല്ല ഇവർ ഭക്ഷണമൊന്നും വളരെ റെഗുലറായിട്ട് ഒരു ഭക്ഷണം കഴിക്കണമെന്നില്ല, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്നില്ല. മാത്രമല്ല വീട്ടുകാരോടെല്ലാം നേരത്തെ എങ്ങനെ പെരുമാറിക്കൊണ്ടിരുന്നു അതിൽ നിന്നെല്ലാം വിപരീതമായി വളരെ അരഗൻ്റായിട്ടും വളരെ 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 ദേഷ്യത്തോടുകൂടിയും പെരുമാറും. പ്രത്യേകിച്ച് അത് ഒരു മാതാവിനൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അതാണ് ഞാൻ പറയുന്നത്. അതായത് വീട്ടിലെ സാഹചര്യങ്ങൾ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. ഉദാഹരണത്തിന് അമ്മയും അച്ഛനും ചേർന്ന് വളർത്തുന്നൊരു കുട്ടിക്ക് ഈ കുട്ടിയുടെ പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങൾ ആദ്യമേ തന്നെ അറിയാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഇനി അച്ഛൻ ജോലിക്ക് പോയി അമ്മ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ടെങ്കിലും അറിയാൻ പറ്റും. പക്ഷേ ഈ അമ്മയും അച്ഛനും ജോലിക്ക് പോകുന്ന അപ്പർ ക്ലാസ് ഫാമിലികളിൽ കുട്ടികൾ ഒറ്റയ്ക്കിരുന്ന ഒരു ലോൺലിനെസ്സിലൂടെ എന്ത് പറ്റും, അവർ കുറേ ഇതിന് അഡിക്റ്റായി. പിന്നെ അവരിൽ നിന്ന് അച്ഛനും അമ്മയും കണ്ടെത്തി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ഇതിൻ്റെ വളരെയധികം അഡിക്റ്റഡായി കഴിയും. അപ്പോൾ അവരുടെ പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്കിത് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇത് അപ്പർ ക്ലാസ് ഫാമിലി. ഒരു മിഡിൽ ക്ലാസ്സും പൂർ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഈ അച്ഛനും അമ്മയും വളരെ ഒരു വയറ് കഴിയാനായിരിക്കും രണ്ടുപേരും പുറത്തു പോകുന്നത്. അതിനെ മുതലാക്കുന്നത് പോലെയായിരിക്കും ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഇതിലേക്ക് എന്ന് വീഴുന്നത്. അപ്പോൾ ഇവൻ്റെ സാഹചര്യങ്ങൾ പെട്ടെന്ന് വളരെ കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് ഒരു അപ്പർ ക്ലാസ് ഫാമിലിയിലെ കുട്ടി അവൻ ഒരു
സോഷ്യൽ മീഡിയ കോൺടാക്ട്സിലൂടെ അല്ലെങ്കിൽ അവൻ്റെ സ്കൂളിലെ ഫ്രണ്ട്സിലൂടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണ ഒരു ചേരി പ്രദേശത്തോ അല്ലെങ്കിൽ ഒരു കോളനി പോലുള്ള വീട്ടിലൊക്കെ താമസിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവന് പുറത്തിറങ്ങിയാൽ തന്നെ ഇതിൻ്റെ ഒരു ഹൈഡ് ഔട്ട് ഇഷ്ടം പോലെയാണ്. അവനിത് കിട്ടാനും കൺസ്യൂം ചെയ്യാനും വാങ്ങാനും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് പോകാനൊക്കെ ഉള്ള അവസരങ്ങൾ വളരെ കൂടുതലാണ്. അവിടെ പിന്നെ എന്താ ചെയ്യും, ഇവൻ പെട്ടെന്നൊരു അക്രമകാരിയും വലിയൊരു വിഷയത്തിലേക്കും പോകുന്ന ആളായിട്ട് മാറും. അവിടെ പിന്നെ വീട്ടുകാരുടെ അവരുടെ ബിയോണ്ട് കൺട്രോൾ ഇത് പോകും, പിന്നെ അവൻ ജയിലിൽ പോകേണ്ട അവസ്ഥ വരും. പക്ഷേ അപ്പർ ക്ലാസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാർക്ക് ഇവൻ്റെ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സിലുണ്ടാകുന്ന മാറ്റം, ഇവൻ്റെ ഉറക്കക്കുറവ്, മറ്റ് കാര്യങ്ങളെല്ലാം അമ്മമാർ പെട്ടെന്ന് തിരിച്ചറിയും. അമ്മമാർ ചോദിക്കാറുണ്ട്. പക്ഷേ അവരൊന്നും ഇവർ ഫ്രിസ്ക് ചെയ്യില്ല, പ്രോപ്പറായിട്ട് ആരും ഫ്രിസ്ക് ചെയ്യും, മീൻസ് ഇവരെ പരിശോധിക്കില്ല. ഇവരുടെ ദേഹപരിശോധനയോ ഇവരുടെ ബാഗ് പരിശോധിക്കുകയോ ഒന്നും ചെയ്യില്ല. കാരണം എന്താണ്, ഇവർക്ക് സെപ്പറേറ്റ് മുറി കൊടുത്തിട്ടുണ്ടാവും. മിക്കവാറും വീടുകളിൽ ഇവർക്ക് സെപ്പറേറ്റ് മുറിയായിരിക്കും. ആ മുറിക്കകത്ത് ഇവൻ്റെ ബാഗ് പോയി ഒരു പ്രായം കഴിഞ്ഞാൽ ഇവരുടെ ബാഗ്, ഇവരുടെ ഷർട്ട്, ഇവരുടെ പാൻസിൻ്റെ പോക്കറ്റ് ഇതൊക്കെ പോയി പരിശോധിക്കാൻ എല്ലാ അച്ഛനും അമ്മയും ഒന്നും മടിക്കും. അവിടെ മുതലാണ് ഇവരുടെ ഈ സൗകര്യങ്ങൾ വളരുന്നത്. ഇവരുടെ സൗകര്യങ്ങൾ പിന്നെ അവിടെ വളരുന്നത്. ഇവൻ്റെ ബാഗ്, ഇവൻ്റെ പാൻസിൻ്റെ ഷർട്ടിൻ്റെയൊക്കെ പോക്കറ്റും ഇവൻ്റെ അലമാരയൊക്കെ വളരെ ഓപ്പണായിട്ട് എല്ലാവർക്കും പരിശോധിക്കുന്ന തരത്തിലൊരു ഫ്രീ കൺവെർസേഷൻ ഉള്ള വീടുകളിൽ, അല്ലെങ്കിൽ അത്രയും സൗഹൃദ സംഭാഷണങ്ങളുള്ള വീടുകളിൽ ഒരിക്കലും ഇത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ ഉണ്ടായാൽ തന്നെ പെട്ടെന്ന് പിടിക്കാനും പറ്റും. പക്ഷേ ഇത് സെപ്പറേറ്റ് മുറി കൊടുക്കുക, ഇയാൾ സ്ഥിരമായി പതിവായി ഒരു വളരെ ലേറ്റായിട്ട് ഉറക്കമെണീക്കുക. എത്ര ലേറ്റായിട്ട് ഉറക്കമെണീറ്റിരുന്നാലും അച്ഛനും അമ്മയും ആദ്യകാലങ്ങളിൽ അവന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോവുക. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് പിന്നെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് അങ്ങ് പോകും. ഇവൻ്റെ ഉറക്കക്കുറവൊന്നും അവർക്ക് അളക്കാനേ പറ്റില്ല. ആ ഒരു സ്റ്റേജിലേക്ക് മാറിപ്പോകും. സാർ ആദ്യമേ പറഞ്ഞ പോലെ ഇത് ഒരു പോലീസിനോ എക്സൈസിനോ മാത്രം ഇതിനെ നിയന്ത്രിക്കുവാനോ നിയന്ത്രണ വിധേയമാക്കാനോ പറ്റുന്ന ഒരു കാര്യമല്ല. അന്നേരം ഒരു കളക്റ്റീവ് എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം നമുക്ക് പോലീസിനെ സപ്പോർട്ട് ചെയ്യാൻ, അതായത് ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടുന്ന, ഇപ്പം പല റെസിഡൻസ് അസോസിയേഷൻ സഹകരണത്തോടെയൊക്കെ പല കാര്യങ്ങൾ നമ്മൾ സിറ്റി പോലീസ് ഇവിടെ ചെയ്യുന്നു എന്ന് പറയുന്നു. അന്നേരം പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഇത്തരത്തിലുള്ള ഈ ഡ്രഗ് ട്രാഫിക്കിംഗ് അല്ലെ ഡ്രഗ് ഡീലേഴ്സ് അല്ലെ ഡ്രഗ് കൺസംഷൻ ഇത് തടയുവാൻ എങ്ങനെ വിജിലൻ്റ് ആകണം, പോലീസിനെ എങ്ങനെ പബ്ലിക്കിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? തീർച്ചയായും ഒരുപാട് സഹായങ്ങൾ പോലീസിന് പബ്ലിക്കിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ സാധിക്കും. അത് ഞാൻ മിക്കവാറും ഈ റെസിഡൻസ് അസോസിയേഷനുകളുടെയും ചെറിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പുകളിലെല്ലാം ഞാൻ പറയാറുണ്ട്. ഏറ്റവും പ്രധാനം നമ്മുടെ ഇടയിൽ വളർന്നു വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഒരു പ്രസൻസ്, അതിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും മുൻകാലങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഇത്രയും വ്യാപകമായതിൻ്റെ ഒരു ഫാക്ടർ അതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു റോബറി നടത്തിയ ആളെ ഞാനിവിടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിക്കുന്നുണ്ട്. ഇയാളെ നമ്മുടെ ഈ തൊട്ടടുത്ത് ചാലക്കമ്പോളം അറിയാമല്ലോ, ഈസ്റ്റ് റോഡിൽ ചാലക്കമ്പോളം എന്ന് പറയാൻ അറിയാമല്ലോ, വളരെ തിങ്ങി കടകളുള്ളൊരു സ്ഥലമാണ്. ആ കടയുടെ ഒരു കുലക്കടയൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു മേളിൽ ഒരു മുറിയിൽ ഒരു ബിൽഡിംഗ് ഓണർ അങ്ങ് താമസിപ്പിച്ചിരിക്കുക, ഒരു 10-30 പേര്. ഇതിൽ ഒരു 5-10 പേര് മാത്രമേ ഇവിടെ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുള്ളൂ. അത് വളരെ നമ്മൾ ചിന്തിച്ച് നോക്കുക. അതായത് അന്യസംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്ന് ഒരു ജോലിക്കും പോകാതെ ഒരു മുറിയിൽ കുറേ ആൾക്കാർ. ഇത് എല്ലാം വെസ്റ്റ് ബംഗാളുണ്ട്, ഒഡീഷയുണ്ട്, ജാർഖണ്ഡുണ്ട്. ഇവർ വന്നിട്ട് ജോലിക്ക് പോകുന്നില്ല. അതും റീസെൻ്റായിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് ഓണർ എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കാശ് മാത്രം മതി. അയാൾക്ക് കാശ് കിട്ടുക, ആ ബിൽഡിങ്ങിന് ചിലപ്പം പെർ മന്ത് ചിലപ്പം ഒരു 30,000 40,000 റെൻറ്റ് മാത്രം കിട്ടുമ്പോൾ അവർ നോക്കുമ്പോൾ അവൻ ഏത് സോഴ്സിലൂടെയാണ് ഈ പണം കൊണ്ടുവന്ന് റെൻ്റായിട്ട് കൊടുത്തതെന്ന് ആരും നോക്കുന്നില്ല. ഇത് പബ്ലിക് ഏറ്റവും കൂടുതൽ അലർട്ടാവേണ്ട, ഇന്ന് കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ അലർട്ടാവേണ്ട. നിങ്ങൾക്കറിയാം, പെരുമ്പാവൂരൊക്കെ ഉള്ള ഒരു മൈഗ്രൻ്റ് ലേബറേഴ്സിൻ്റെ ഒരു പോപ്പുലേഷൻ നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷേ അത് കേരള പോലീസ് എത്രത്തോളം വിജിലൻ്റായിട്ട് ഇവരുടെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അവരുടെ ആധാർ നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ മറ്റേതെങ്കിലും അഡ്രസ്സ് ആയിരിക്കും എന്ന് പറയുമ്പോൾ ആധാർ പോലും ഫേക്ക് ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ മൈഗ്രൻ്റ് ലേബറേഴ്സ് ഇവിടെ പെരുകി വരുമ്പോൾ അതിൽ തന്നെ കൃത്യമായി ഒരു ജോലിക്കും പോകാത്തവരെ മിനിമം ഐഡൻറ്റിഫൈ ചെയ്യുക, അതിന് വീട് കൊടുത്തിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ട്രേസ് ഔട്ട് ചെയ്ത് അവരെ കൊണ്ട് ഇവരെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ച് തിരിച്ച് അവരുടെ സംസ്ഥാനത്തേക്ക് പറഞ്ഞു വിടുക. പിന്നെ നമ്മുടെ ചുറ്റിനും നമ്മൾക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ വന്നു പോകുന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ ഈ പറയുന്ന ഡ്രഗ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഇത്രയും കൂടിയാണെന്ന് വെച്ചാൽ നമ്മൾ വീട് അടച്ചങ്ങിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 7 മണി 8 മണിക്കൊക്കെ വെറുതെ നമ്മൾ ഒരു ചെറിയൊരു സ്ട്രീറ്റിലൂടെ നടന്നാൽ പുറത്ത് നിൽക്കുന്ന ആരെയും കാണാനില്ല. പണ്ട് കാലങ്ങളിൽ മുറുക്കാൻ കട അല്ലെങ്കിൽ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് ആൾക്കാരിരുന്നിട്ട് പുറമേ നിന്ന് ഒരാൾ ആ ഗ്രാമത്തിലെത്തിയാൽ പെട്ടെന്ന് അറിയപ്പെടുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പോയി. ഇപ്പോൾ വയസ്സായ ആൾക്കാർ ഉൾപ്പെടെ അകത്തിരുന്ന് TV ഒക്കെ കണ്ട് അകത്തിരിക്കും. അപ്പോൾ വീട്ടിൻ്റെ പുറത്ത് ആൾക്കാരില്ലാത്തൊരവസ്ഥ വരുമ്പോൾ മറ്റു ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വന്നു പോകുന്ന കാരിയേഴ്സിനെ പെട്ടെന്ന് കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ അവിടെയാണ് ഈ റെസിഡൻസ് അസോസിയേഷനുകൾ, പൗരസമിതികൾ, സംഘടനകൾ, ചെറിയ യൂത്ത് ക്ലബ്ബുകൾ, ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമൂഹത്തിലേക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളൊരു സംഘടന റെസിഡൻസ്, ഇവർക്ക്
ആളുകൾക്കെല്ലാം ഈസി ആയിട്ട് നമ്മൾ ആ സ്ഥലത്തേക്ക് ആക്സസ് ഇല്ലാത്ത ആൾക്കാർ, അനാവശ്യമായി കടന്നു വരുന്ന ആൾക്കാർ, പുറമേ നിന്ന് വന്ന് കൂട്ടം കൂടിയിരിക്കുന്നവരെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് അവരെയൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഒന്ന് അക്കൗണ്ട് ചെയ്ത് പോലീസിലോ, അല്ലെങ്കിൽ പലർക്കും ഈ അക്കൗണ്ട് ചെയ്ത് നമുക്ക് തരാൻ പേടിയാണ്. അപ്പോൾ അവരോട് നമ്മൾ പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ മുമ്പിൽ ഒരു ക്രൈം ഉണ്ടാകാതിരിക്കാനാണ് നിങ്ങൾ പ്രിവെൻറ്റ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ മുമ്പ് ഒരു ക്രൈം വരുന്നത് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരായിരിക്കും, ബന്ധുക്കളായിരിക്കും, അയൽവാസികളായിരിക്കും, ചിലപ്പോൾ ഒരാൾ കുത്തിക്കൊല്ലുകയോ വെട്ടിക്കൊല്ലുകയോ ഒക്കെ ചെയ്യുന്നത് അവൻ ഡ്രഗ്സിൻ്റെ ഇൻഫ്ലുവൻസിലായിരിക്കും. അതിന് കാരണമാകുന്നത് ഇങ്ങനെ വന്നു പോകുന്ന വരത്തരായിട്ടുള്ള ആൾക്കാരാണ്. അത് ചിലപ്പോൾ അയൽ സംസ്ഥാനത്തിലുള്ളവരാകാം, അയൽ ജില്ലകളിലുള്ളവരാകാം, ചിലപ്പം അയൽ ഗ്രാമങ്ങളിലുള്ളവരാകാം. അവനവിടെ വരേണ്ട കാര്യമില്ല. അപ്പോൾ ഈ കാരിയേഴ്സിനെ നമുക്ക് കണ്ടെത്താൻ എല്ലാ സംഘടനകളും പൗരസമിതികളും ഒന്ന് നല്ലോണം ഒന്ന് ശ്രമിച്ചാൽ അത് പോലീസിന് ഗുണകരമാണ്. നമ്മൾ എടുക്കുന്ന ഡാറ്റയോടൊപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഹൈഡ് ഔട്ടുകൾ പറഞ്ഞു തന്നാൽ മതി. ഇവരുടെ മുഴുവൻ ഡേറ്റയും പോലീസ് 100% കോൺഫിഡൻഷ്യലായിട്ടേ വെക്കത്തുള്ളൂ. അതിനകത്തൊരു മാറ്റവും. ഇപ്പോൾ പലർക്കും പേടി, അതായത് ഈ ഡ്രഗ്സ് മാഫിയകളെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അവരെക്കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഈ മാഫിയ സംഘം ഇവരെ ആക്രമിക്കും, കൊല്ലും എന്നൊക്കെ ഒരു ഭയങ്കര ഏറ്റവും പല ഈ ഡ്രഗ് കേസുകളിൽ ആൾക്കാർ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ ഇത് പുലിവാലാവും, പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന്മാരെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെച്ചേക്കത്തില്ല, ഒരു ഭയം ഭയങ്കരമായിട്ട് നമ്മുടെ ഇടയിലുള്ള ജനങ്ങളുടെ ഇടയിലുണ്ട്. അന്നേരം ഇതിനെ നമുക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ? സത്യത്തിൽ ആ ഒരു ഭയം തന്നെയാണ് ഇന്ന് നമുക്കിത് വ്യാപകമായി പിടിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം. ഈ ഒരു ഭയം തന്നെയാണ്. ജനങ്ങൾ നല്ല രീതിയിൽ പോലീസിന് വിവരങ്ങൾ തരാൻ മടിക്കുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ സ്വന്തം മകനാണ് ഇങ്ങനെ, മകൻ്റെ ബാഗിൽ നിന്നൊന്ന് കണ്ടു. സത്യത്തിൽ ആ അമ്മ ധൈര്യപൂർവ്വം പോലീസ് സ്റ്റേഷനിൽ വന്ന് അവനെ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവൻ്റെ സോഴ്സ് കണ്ടെത്തി നമ്മൾ ചിലപ്പോൾ ഇത് പിടിക്കാൻ പോയേക്കാം എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ എന്ത് ചെയ്യത്തില്ല, അവനെ ഒരു കുറ്റവാളിയാക്കി പത്രത്തിലൊക്കെ കൊടുത്ത് അങ്ങനെ എന്തെങ്കിലും തരത്തിലൊരു മീഡിയയുടെ മുമ്പ് കൊണ്ടുവന്ന് നമ്മൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിക്കാറില്ല. പകരം ഇവനെ എങ്ങനെയാണോ ആ മാതാപിതാക്കൾ ശരിയാക്കി എടുക്കാൻ ശ്രമിക്കുന്നത് അതിലേക്ക് പോലീസിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. പക്ഷേ ഈ അമ്മമാരോ അച്ഛനോ അത് ചെയ്യില്ല. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ദോഷം, ഇവൻ അതെന്ത് ചെയ്യുന്നു, ഒരു വളമായി കരുതും. വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, പോലീസിനെ അറിയിച്ചിട്ടില്ല. ഇങ്ങനെ അവരെ എന്ത് ചെയ്യുക, പോലീസ് പിടിക്കും അല്ലെങ്കിൽ എൻ്റെ മകൻ പ്രതിയാവും എന്ന് പേടിച്ച് വെളിയിൽ പറയാത്ത ചില മാതാപിതാക്കൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിൽ ഇപ്പോൾ 112 വിളിക്കാം, കൺട്രോളിൽ വിളിക്കാം. പോലീസ് കൺട്രോൾ റൂമിൽ പെട്ടെന്നൊരു 2-3 പേര് കൂടിയിരുന്ന് ഇത് വലിക്കുന്നു, കഞ്ചാവ് വലിക്കുന്നു, പുക വലിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ 112 വിളിക്കാം. പക്ഷേ നമ്മൾ വ്യക്തമായി പറയാറുണ്ട്, കൺട്രോൾ റൂമിൽ, പോലീസ് കൺട്രോൾ റൂമിൽ വിളിക്കുന്ന ഒരു നമ്പരും, ഒരു പബ്ലിക്കിൻ്റെ നമ്പരും നമ്മൾ ഒരു തരത്തിലും ആരോടും ഷെയർ ചെയ്യാറില്ല. യോദ്ധാവിൻ്റെ ഒരു മൊബൈൽ നമ്പറുണ്ട്. യോദ്ധാവ് എന്ന് പറയുന്ന ലഹരിക്കെതിരെ ഉള്ള, ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് കേരള പോലീസ് രൂപീകരിച്ചിരിക്കുന്ന ഒരു കർമ്മ പദ്ധതിയാണ് യോദ്ധാവ്. അതിൻ്റെ ഒരു മൊബൈൽ നമ്പറുണ്ട്. അതും വളരെ കോൺഫിഡൻഷ്യലായിട്ടാണ് അതിലേക്ക് വരുന്ന നമ്പറുകൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, സൂക്ഷിച്ചു വയ്ക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കോൺഫിഡൻഷ്യലായിട്ടുള്ള ഡാറ്റ പോലീസിൻ്റെ മാത്രം ഭാഗത്തുള്ളതാണ്. അതൊരിക്കലും നമ്മൾ പബ്ലിക്കിനോട് ഷെയർ ചെയ്യാനോ ഒന്നും പോകത്തില്ല. പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന ഗുണം വളരെ വലുതുമാണ്. പബ്ലിക്കിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഗുണമാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് സ്ഥിരമായി പിന്നെ ചെറുപ്പക്കാരായ കുട്ടികൾ വന്നിരുന്ന് പുകവലിക്കുക, അതുപോലെ തന്നെ ഇതുപോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക, ഇവിടെയൊക്കെ പോലീസിൻ്റെ ആക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാകുന്ന മുറയ്ക്ക് ആ ഏരിയയിൽ ഓട്ടോമാറ്റിക്കലി ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ക്രൈമാണ് മാറിക്കിട്ടുന്നത്. അത് ഓട്ടോമാറ്റിക്കലി പോലീസിന് കൂടുതൽ ഗുണകരമാകും. ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് തന്നെ നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിലൊക്കെ തന്നെ ഒരുപാട് ലഹരികൾ നമ്മൾ പിടിക്കുന്നുണ്ട്, ഒരുപാട് ലഹരി കേസുകൾ പിടിക്കുന്നുണ്ട്, കഞ്ചാവ്, MDMA എല്ലാം പിടിക്കുന്നു. അപ്പോൾ അത് പിടിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്കറിയാം. ഓട്ടോമാറ്റിക്കലി ക്രൈം കേസുകൾ, വലിയ ക്രൈം കേസുകൾ ഓട്ടോമാറ്റിക്കലി കുറയും, നല്ല രീതിയിൽ കുറയുന്നുണ്ട്. അത് കുറയും, അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. കാര്യം ലഹരി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ബേസാണ്, ഏറെക്കുറെ ഒരു ബേസാണ്. സ്വബോധത്തോടുകൂടി ഒരാൾ ചെയ്യുന്ന ക്രൈംസിനേക്കാൾ എത്രയോ വ്യാപ്തിയുള്ളതാണ് ലഹരിക്ക് അടിമപ്പെട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനൊരു വളരെയധികം കുറവുണ്ടാകും. അപ്പോൾ ജനങ്ങൾക്ക് നാളെ സുരക്ഷിതമായി അവരവരുടെ വീടുകളിൽ ജീവിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് അവർ പാഴാക്കി കളയുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാവരോടും, എല്ലാ ഒരു പബ്ലിക് മീറ്റിങ്ങുകളിലും പറയാറുള്ളത്, ധൈര്യമായി ഈ യോദ്ധാവിൻ്റെ നമ്പറിലേക്കോ അല്ലെങ്കിൽ 112ലേക്കോ നിങ്ങൾക്ക് വിളിച്ച് ഇൻഫർമേഷനുകൾ തരാം. ഇനി അതല്ലെങ്കിൽ SHOയുടെ നമ്പർ, എൻ്റെ ഇപ്പോൾ തമ്പാനൂർ SHOയുടെ നമ്പർ, എൻ്റെ നമ്പർ ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പിന്നെ അതുപോലെ എല്ലാ SHOമാരുടെ നമ്പറുകൾ ഗൂഗിളിൽ കിട്ടും. അവരോടൊക്കെ ഇപ്പോൾ SHOമാരോടൊക്കെ ഈ വിവരങ്ങൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് വളരെ ആലോചിച്ച് നല്ലൊരു ടീം കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മളത് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ അത്രയും ക്രെഡിബിളായിട്ട് നമ്മൾ എടുക്കുകയും അതുപോലെ തന്നെ അത് വളരെ കോൺഫിഡൻഷ്യലായിട്ട് സൂക്ഷിക്കുകയും
സൂക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇൻഫർമേഷനുകൾ തരാൻ എത്രത്തോളം പബ്ലിക് കൂടുതൽ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുക്കുന്നു, അതിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. സാർ പറഞ്ഞ പോലെ ജനങ്ങൾ എത്രത്തോളം ഈ ഒരു ലക്ഷ്യത്തോടെ പോലീസിനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്നു, ഇൻഫർമേഷൻ കൊടുക്കുന്നു, ഒരു കളക്റ്റീവ് എഫേർട്ട് ഉണ്ടായാൽ തീർച്ചയായും നല്ലൊരു പരിധി വരെ നമുക്ക് ഈ ഒരു ലഹരിയുടെ വ്യാപനത്തെ തടയുവാൻ സാധിക്കും. അതുവഴി നല്ലൊരു ശതമാനം ക്രൈമും നമുക്ക് തടയാൻ സാധിക്കും. ഇത്രയും സാറിൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ച് ഇത്രയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം ഷെയർ ചെയ്തതിന് വളരെയേറെ നന്ദി. നന്ദി സാർ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.